നെഞ്ച് നിവർത്തി നട്ടലുയർത്തി തന്നെയാണ് ബംഗ്ലാദേശിൻ്റെ ഈ മടക്കം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ICC പിടിച്ചു കുലുക്കാൻ 3 ആഴ്ച കൊണ്ട് ബംഗ്ലാദേശിന് സാധിച്ചു. ഒരു കാരണവശാലും വേദി മാറ്റില്ല എന്ന കൃത്യമായി ICC അറിയിച്ചിട്ടും ഇതിൻ്റെ പുറകിൽ നടക്കുന്നതെല്ലാം BCCയുടെ ഭാഗത്തു നിന്നുള്ള കളിയായിരുന്നിട്ട് പോലും അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത്രയും ഒരു ചെറിയൊരു ക്രിക്കറ്റ് ബോർഡിന് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത്ഭുതം എന്നല്ലാതെ വേറൊന്നും പറയാൻ. ഇവർക്കെതിരെ അവർ ഫൈറ്റ് ചെയ്തു നിന്നിട്ട് അവസാനം പിന്മാറേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നേരിടാൻ പോകുന്നതും ഇവരിന് വൻ വെല്ലുവിളികളായിരിക്കും. കാരണം ICC പിണക്കി കഴിഞ്ഞാൽ വൻ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമായിരിക്കും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനുള്ള ചെറിയൊരു ക്രിക്കറ്റ് ബോർഡിന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇതെല്ലാം ആലോചിച്ചിട്ടും അവർ നട്ടെല്ല് നിവർത്തി നെഞ്ചു വിരിച്ച് തന്നെയാണ് പുറത്തു പോയിരിക്കുന്നത്. ഒരു കാരണവശാലും വേദി മാറ്റിയില്ലെങ്കിൽ കളിക്കാൻ തയ്യാറല്ല എന്നുള്ളത് ബംഗ്ലാദേശും പറയുകയുണ്ടായി. പക്ഷേ ഇൻ ടോട്ടൽ ഒരു ക്രിക്കറ്റ് ഫാൻ എന്ന നിലയിൽ എനിക്കിത് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഇതെല്ലാം തുടങ്ങി വെച്ചത് BCCI ആണ്. BCCI മുസ്തഫിസ് റഹ്മാൻ IPL നിന്ന് പുറത്താക്കുന്ന അവിടെ മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഈ സെക്യൂരിറ്റി റീസൺസ് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശ് വേദി മാറ്റണമെന്ന ആവശ്യമായിട്ട് മുന്നോട്ട് വരുന്നത്. ഒരു ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള നടപടികളെല്ലാം ബംഗ്ലാദേശിൻ്റെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ICCയുടെ ഭാഗത്തു നിന്നാണെങ്കിലും BCCയുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള നടപടികളെല്ലാം ക്രിക്കറ്റിൻ്റെ സ്പിരിറ്റിനെയും ബ്യൂട്ടിയും മാത്രം നശിപ്പിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം വരുവാണെങ്കിൽ ഗ്രൗണ്ടിനകത്തുള്ള ഒരു സ്പിരിറ്റും ഗ്രൗണ്ടിൻ്റെ വെളിയിൽ ഗാലറിയിൽ നടക്കുന്ന ഒരു സ്പിരിറ്റും എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ വളരെയധികം ഒരു ക്രിക്കറ്റ് ഫാൻ എന്ന നിലയിൽ ഡിസപ്പോയിൻറ്റഡ് ആവും. എന്തായാലും T20 വേൾഡ് കപ്പ് നടന്നേ പറ്റൂ. ഇത്തവണത്തെ T20 വേൾഡ് കപ്പിൽ ബംഗ്ലാദേശ് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.